അനീഷ് എന്നാണ്. ഓക്കെ, എന്റെ പേര് അനീഷ് മുഹമ്മദ് എന്നാണ്. വയസ്സ് 33. ഞാനിപ്പോ സംസാരിക്കുന്നത് കരിങ്കല്ലത്താണി വെൽനസ് സെന്ററിൽ നിന്നാണ്. നിങ്ങളെല്ലാവരും ഇപ്പൊ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശം നിങ്ങളെ കോച്ചുമാര് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഔദ്യോഗികമായിട്ട് നിങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് വെയിറ്റ് ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഒരു കോച്ചിന്റെ ഗൈഡൻസോട് കൂടിയിട്ട് മാത്രമല്ല കുറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുകയും കറക്റ്റ് ആയിട്ട് മോണിറ്ററിങ്ങിന്റെ ഉള്ളിലാവുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കാൻ പറ്റും. അപ്പോ നമ്മൾ ചെലവാക്കുന്ന കേൾക്കുന്നില്ലേ? കേൾക്കാം. ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി. ആരെ കേൾക്കലില്ല പറഞ്ഞവരുടെ മൈക്കും ചെക്ക് ചെയ്യാൻ പറഞ്ഞു. വീഡിയോ ഓഫാക്കിയ ആൾക്കാർ വീഡിയോ ഓൺ ആക്കുക. കാരണം നമ്മള് ഇവിടെ വലിയൊരു ട്രെയിനിങ് അല്ല നടത്താൻ വേണ്ടി പോകുന്നത്, മറിച്ച് നിങ്ങളെ പരസ്പരം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മളെ ക്യാപ്റ്റൻ ഷെക്കിത്താത്ത നിങ്ങൾ കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞു തരും. അത് അനുസരിച്ച് നാളെ മുതൽ 15-ാം തീയതി മുതൽ അടുത്ത 15-ാം തീയതി ഒരു മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനാണ് നമ്മൾ പോണത്. നമ്മളെ ശരീരത്തോടുള്ള യുദ്ധം അല്ലെ? ഏറ്റവും വലിയ യുദ്ധം ഏതാന്ന് ചോദിച്ച സമയത്ത് ഒന്നും ഏറ്റവും വലിയ യുദ്ധം ഏതാണ് എന്ന് ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ച സമയത്ത് പ്രവാചകനോട് പറഞ്ഞു, സഹാബാക്കള് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു ഏറ്റവും വലിയ യുദ്ധം നിന്റെ ശരീരത്തോട് ചെയ്യുന്ന യുദ്ധമാണെന്ന്. അപ്പോൾ നാളെ 15-ാം തീയതി മുതൽ അടുത്ത 15-ാം തീയതി വരെ നമ്മളെ ഒരു റൊട്ടീനിലേക്ക് കൊണ്ടുവരാൻ, നമ്മളെ ബാഡ് ഹാബിറ്റിനെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ, മറിച്ച് നല്ലൊരു ലൈഫ് സ്റ്റൈല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കോച്ച് ഗൈഡൻസ് ഉണ്ട് എന്നൊരു വലിയൊരു കൂട്ടായ്മന്റെ ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ്. അതിന്റെ വിജയിക്ക് കിട്ടുന്ന വലിയൊരു തുക, വലിയൊരു സമ്മാനം, ഫസ്റ്റ് പ്രൈസ് 1,11,111 രൂപ, സെക്കൻഡ് പ്രൈസ് 55,555 രൂപ, വെയിറ്റ് ഗെയിൻ ചെയ്ത ആൾക്ക് 25,000 രൂപ. അങ്ങനെ നിറയെ പ്രോത്സാഹനങ്ങൾ എല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരി നിങ്ങളെന്ന വ്യക്തിയാണ് ഫുള്ളായിട്ട് ട്രാൻസ്ഫോം ആവുന്നത്. അപ്പോ അതിലേക്ക് നിങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നതാണ് ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ആയിട്ടുള്ള കാര്യം. അതിന് നിങ്ങൾക്ക് തന്നെ ഒരു ഡിജിറ്റൽ കയ്യടി കൊടുത്തേ. കാരണം എത്രയോ ആൾക്കാരുണ്ട് നമ്മളെ ഏകദേശം 68ഓളം മെമ്പേഴ്സ് ഉണ്ട് ടോട്ടല് നമ്മളെ ഫിറ്റ് ലൈഫ് ടീമിൽ. അതിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് നിങ്ങൾ. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് ഈ ഗസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ. നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി വല്ലാതെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ശരിക്കും അറിയാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ എല്ലാം ആരോടാണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടത്, ഏതൊക്കെ മാധ്യമത്തിലൂടെയാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ മാരത്തോൺ ഗ്രൂപ്പ് മുന്നോട്ട് പോവേണ്ടത്, അത് വിജയിയായിട്ട് മാറാനുള്ള എന്തൊക്കെ മാനദണ്ഡങ്ങളാണ്, നമ്മുടെ ചെറിയൊരു അശ്രദ്ധ എങ്ങനെയാണ് ഫെയിലിയർ ആവുക എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറിയണം. അപ്പൊ അതിനുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ട്രിക്സുകൾ നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കറക്റ്റ് ആയിട്ട്. ശേഷം നിങ്ങൾ ആരാണ് കോച്ച് അവരോട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരുന്നു നമ്മളെ ഫിറ്റ് ലൈഫിന്റെ ടീമായിരിക്കും ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് വരിക. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ ഇനി കൂടുതൽ സമയം വൈകിക്കുന്നില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് മാരത്തോണിനെ കുറിച്ചിട്ടും ഇനി അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവാം, നമ്മളെ ഈ കമ്മ്യൂണിറ്റിന്റെ ഐക്യം എന്താണെന്നും ഈ 8 വർഷത്തെ എക്സ്പീരിയൻസ്, 1 വർഷത്തെ അല്ലെ 2 വർഷത്തെ 8 വർഷത്തെ എക്സ്പീരിയൻസിലൂടെ
കമ്മ്യൂണിറ്റിയുടെ ബലവും ശക്തിയും മനസ്സിലാക്കി തരാൻ നമുക്ക് മുന്നിലേക്ക് സ്ക്രീനിലേക്ക് വരാൻ പോകുന്ന മാഡത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവാണ്. അവർ നമ്മുടെ കമ്പനിയുടെ മില്ലിയനിയർ ആണ്. 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലീഡറാണ്. പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് വിളിക്കല്ലാരെ നിറഞ്ഞ കയ്യടികളോടെ ഷക്കീല അൻസാർ. Come on to the screen. Good evening. Okay, അനീഷിന്റെ ആഫ്റ്റർ ബിഫോർ പിക്ചർ, അതുകൂടാതെ തന്നെ അസീന, ഫാത്തിമ, നാജി, ഇവരുടെ ആഫ്റ്റർ ബിഫോർ പിക്ചർ ഒന്ന് ഷെയർ ചെയ്യോ? അഷ്റഫ് പോസ്റ്റ്, അഷ്റഫിന്റെ, അതേപോലെ തന്നെ രഘുവേട്ടന്റെ, എല്ലാവരും അഷ്റഫിന് അയച്ചു കൊടുത്തോളൂ. ഹോസ്റ്റ് ഷക്കിതാത്തയാണ്. ഇതില് ഞാൻ അഷ്റഫിന് കൊടുത്തിട്ടുണ്ട്. വായിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് മാരത്തോണിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇതിലുണ്ടോ? ആരെങ്കിലും മിസ് ആയിട്ടുണ്ടോ? ഇത് റിയാസ് മോനെ കാണാനില്ലല്ലോ. റിയാസ്ക്ക് ഇപ്പോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അഷ്റഫ് ഖാന്റെ ഒരാള് മുനീറ താത്ത അവര് കയറിയിട്ടുണ്ടോ? അഷ്റഫ് ഖാൻ ഒന്ന് പറയൂ. ഞാൻ ഒന്ന് ഇത് പല ആളുകളും വീഡിയോ ഓഫ് ആക്കിയിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നത്. അപ്പൊ അതെന്ത് സംഭവം വീഡിയോ ഓഫായി കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവാൻ പറ്റില്ല, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് സഹകരിക്കാം. കാരണം ഇത് നമ്മളെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അതൊന്ന് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാന് കോച്ചിന്റെ പേര് പറയും, അവരുടെ കൂടെയുള്ള ആൾക്കാർ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തും. ഫിറ്റ് ലൈഫിൽ നിന്ന് 3 ആൾക്കാർ, 2 ആൾക്കാർ ഇത് അവിടെ ഉണ്ട്. ഇനി ഒരാള് റിയാസ് എന്നാണ് ഓൺ ദ വേണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അൻസിതാന്റെ അവിടെ നിന്ന് 8 പേരാണുള്ളത്. കറക്റ്റ് 8 പേര് കയറിയിട്ടുണ്ട്. അൻസിത 3 പേരാണ് കയറിയിരിക്കുന്നത്. 5 പേര് വകുപ്പുണ്ടോ? ഞാന് മെസ്സേജ് വിളിച്ചോണ്ടിരിക്കേണ്ട മെസ്സേജ് അയക്കുന്നുണ്ട്. നോക്കട്ടെ ജോയിൻ ആക്കാൻ പറ്റും. പിന്നെ അവിടുന്ന് 6 ആൾക്കാരാണ്. ഇവിടെ നാലാളിപ്പോ കേറിയിട്ടുണ്ട്. ഒന്ന് അഷറഫിന്റെ വൈഫാണ്. അവര് കേറിക്കണം തന്നെ, അവര് ഏത് ഇതിലാ കയറി അറിയില്ല. പിന്നെ ഒരാളിപ്പോ ഇവിടെ വരും, ആളെ വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിലാണ്. ഒരേ ഡിവൈസ്. ഓക്കെ, ഷക്കിതാത്ത സംസാരിക്കാൻ പോകുന്നത് പുതിയതായിട്ട് നാളെ ചലഞ്ചർ ആയിട്ട് വരാൻ പോകുന്ന ആൾക്കാരായിട്ടാണ്. അപ്പോ അവരുണ്ടാവണം. ഓക്കെ, അടുത്തത് ഹസീന താത്താന്റെ പിന്നെ അവര് കയറിയിട്ടുണ്ടോ? ഓക്കെ, ഷെബിന. നാജിന്റെ അവിടുന്ന് 3 ആൾക്കാരാണ്. അവര് ഒരാളെ കേറിയിട്ടുള്ളൂ. ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് 2 പേരുള്ളത്. പിന്നെ ഒരാള് കേറിയില്ല. അൻഷിത ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ, അൻഷിതയുടെ ഗ്രൂപ്പില്. ഓക്കെ, പിന്നെ സെലീന താത്താന്റെ അവിടുന്ന് സക്കീന അവര് കയറിയിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. അപ്പോ ഓവർ ടു ഷക്കി മാഡം, പറഞ്ഞോളൂ. അപ്പോ എന്തായാലും വെയിറ്റ് ലോസ് മാരത്തോണിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. 2017-ലാണ് ഹെർബാലൈഫിലേക്ക് വന്നിട്ടുള്ളത്. 2017 ഞാൻ വരുന്ന സമയത്ത് എങ്ങനെ ആയിരുന്നു എന്നുള്ള പിക്ചർ അഷ്റഫ് ഒന്ന് ഷെയർ ചെയ്തോളൂ. എന്റെ ഫാമിലി ഫോട്ടോ ഷെയർ ചെയ്തോ. ഫുൾ അൺഹെൽത്തി സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ന്യൂട്രീഷൻ ഫുഡ് വാങ്ങിച്ചു കഴിക്കാൻ ക്യാഷ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ ആദ്യമായിട്ട് ന്യൂട്രീഷൻ ഫുഡ് സ്റ്റാർട്ട് ചെയ്തത്. ഹസ്ബൻഡാണ് ആദ്യം ഫുഡ് കഴിച്ചത്. എന്നാൽ 2 പേർക്കും ഫുഡ് കഴിക്കാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു. അപ്പോഴാണ് അന്നൊക്കെ ഇന്നൊരു വെയിറ്റ് ലോസ് ചലഞ്ച് രൂപത്തിൽ വന്നെങ്കിൽ അന്ന് ഞങ്ങൾക്ക് വന്നത് കസ്റ്റമർ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെയാണ്. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഈ ഒരു ഫുഡ് കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ കോയമ്പത്തൂര് വെച്ചിട്ട് ഫസ്റ്റ് ടൈം ഒരു വെൽനസ് സെമിനാർ കണ്ടത്. ആ ഒരു വെൽനസ് സെമിനാർ കണ്ടപ്പോ അവിടെ സ്റ്റേജിൽ കാണിച്ച ആഫ്റ്റർ ബിഫോർ പിക്ചേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട്. അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങള്. കാരണം സാധാരണ
ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ പോയിരുന്ന ആളുകൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ഒരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടു നടക്കുന്നത്? കാരണം ഞാൻ വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടിയിരുന്ന ഒരു ഹൗസ് വൈഫാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളെ നോക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും മാത്രമേ അറിയുള്ളൂ. വേറൊരു 8 കിലോമീറ്റർ അപ്പുറമാണ് എന്റെ വീടുള്ളത്. അങ്ങോട്ട് ഒറ്റക്ക് ട്രാവൽ ചെയ്യാൻ പോലും, ബസ് കയറി പോകാൻ പോലും അറിയാത്ത സിറ്റുവേഷനിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് കിട്ടിയ ഒരുപാട് അറിവുകളാണ് ഇന്ന് 8 വർഷമായിട്ട് 47 ന്യൂട്രീഷൻ സെന്ററിന്റെ ഓണർ ആവാൻ സാധിച്ചത്. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ഞാൻ മാറാൻ തയ്യാറായി, എനിക്ക് മാറ്റം വേണമെന്ന് ഈ കമ്മ്യൂണിറ്റിയുടെ കൂടെ, എന്റെ കോച്ചിന്റെ കൂടെ, ഈ നല്ലൊരു ഓർഗനൈസേഷന്റെ കൂടെ ഞാൻ നിന്നാൽ എനിക്കും എന്റെ ഫാമിലിക്കും രക്ഷപ്പെടാമെന്ന് 100% ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ്, ഫസ്റ്റ് അടിച്ചോ സെക്കൻഡ് അടിച്ചോ അതൊന്നല്ല, നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. നല്ലൊരു കമ്മ്യൂണിറ്റി, സ്ത്രീകൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഹെൽത്തിന് വേണ്ടി വരുന്ന ആളുകളുണ്ട്. അതുകൂടാതെ തന്നെ വെൽത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് 2 ഓപ്ഷൻ ഉണ്ട് ഇതിൽ, ഹെൽത്ത് ഉണ്ട്, അതുകൂടാതെ ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ നമുക്ക് സാധാരണ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് കിട്ടാത്ത എക്സ്ട്രാ ഓർഡിനറി ലൈഫ് സ്റ്റൈലുള്ള ഒരു നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന കോച്ചസ് ഉണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു ഹെർബാ ലൈഫിൽ 8 വർഷമായിട്ട് ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നു, ഇതിനേക്കാൾ കഷ്ടമായിരുന്നു. കുറച്ച് നല്ല ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളറൊക്കെ വെപ്പിച്ചതാണ്. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് പുറത്ത് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ശോഭയില് 2016 എടുത്ത ഒരു ക്രിസ്തുമസിന് എടുത്ത ഫോട്ടോ ആണിത്. 2016 3 കുട്ടികളാണ്. 2024 പിക്ചർ ഒന്ന് ഷെയർ ചെയ്യോ? 2016 ഫോട്ടോ എല്ലാവരും കണ്ടില്ലേ? ഫാമിലി ഫോട്ടോ. അപ്പോ 2017 ആ ഫോട്ടോയിൽ കാണുന്ന അതേ രൂപത്തിൽ മാത്രല്ല, സ്വഭാവത്തിലും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഫോട്ടോ കണ്ടിട്ടില്ല. ആദ്യത്തെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്ത സെക്കീനെ കണ്ടിട്ടില്ല. ഞാൻ ഇജൊന്നും അറിയാത്തതുകൊണ്ടാണ് പേര് വിളിക്കുന്നത് കേട്ടാ. എന്റെ ഫോട്ടോ അത്ര ഭംഗിയില്ലാത്ത ഫോട്ടോ ആയതോട് വീട് ചോദിക്കണേ. ഒന്ന് സൂം ചെയ്തോ. എങ്ങനെയുണ്ട്? അന്നോ ഞങ്ങൾ രണ്ടുപേരും നല്ല മാച്ച് ആയിരുന്നു. അന്നും സ്വഭാവത്തിൽ മാത്രം ശരിയല്ലാത്തുണ്ടായിരുന്നുള്ളൂ. 2024 ഫോട്ടോ കാണിച്ചാ ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പായിട്ട്. ഓക്കെ, ഫോട്ടോ വരും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതേപോലത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. കാരണം എപ്പോഴും വഴക്കുണ്ടാക്കുക, കുട്ടികളായിട്ട് അടിപിടി, എന്തെങ്കിലും പറഞ്ഞാല് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ദേഷ്യം പിടിക്കുക, കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ വഴക്കുണ്ടാക്കുക. അപ്പൊ എങ്ങനെയുണ്ട്? എല്ലാരും നല്ലൊരു കൈയടിയാന്ന് എനിക്ക്. 2016 3 കുട്ടികളായിരുന്നു, 2024 4 കുട്ടികള്. ഇനി പ്രസിഡന്റ് ആയാൽ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാൻ വിളിക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹെർബാ ലൈഫിൽ വന്ന് ഇന്ന് നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് 8 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വെയിറ്റ് ലോസ് മാരത്തോൺ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അടിച്ചോ സെക്കൻഡ് അടിച്ചോ എന്നതിലല്ല കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിന്നറാവും. അത് ബോഡിയുടെ കാര്യത്തിലാവട്ടെ, സ്വഭാവത്തിന്റെ കാര്യത്തിലാവട്ടെ, ഹസ്ബൻഡിനായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സമൂഹത്തിനോടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ മൊത്തത്തില് ചേഞ്ച് ആയിട്ട് അത് നമുക്ക് ആ ഒരു ലൈഫിലേക്ക് വന്നാലാണ് അറിയാൻ പറ്റുക എങ്ങനെ എന്റെ സ്വഭാവം മാറാം. ഇപ്പൊ ഓൾറെഡി ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത് എന്റെ നല്ല സ്വഭാവമാണ്, ഇത് തന്നെ നല്ലത് എന്നാ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ വെയിറ്റ് കുറഞ്ഞ് ഞാൻ നല്ല ഹെൽത്തി ആയപ്പോ എനിക്ക് ദേഷ്യം വരലില്ലാണ്ടായി.
ഒന്നാമത് വന്നതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരു ചിട്ടയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതുകൂടാതെ തന്നെ നമ്മൾ ഏതൊരു എങ്ങനെ സക്സസ് ആയ ഏതൊരു പീപ്പിൾസിനെ നോക്കുകയാണെങ്കിലും ബാക്കിൽ നല്ലൊരു കോച്ച് ഉണ്ടാവും. ഇപ്പൊ സച്ചിൻ എടുത്ത് നോക്കുകയാണെങ്കിലും PT ഉഷനെ എടുത്ത് നോക്കുകയാണെങ്കിലും ഏത് വലിയ വലിയ സക്സസ് പീപ്പിൾസിനെ എടുത്ത് നോക്കുകയാണെങ്കിലും അവരുടെ ബാക്കിൽ നല്ലൊരു ട്രെയിനർ ഉണ്ട്, നല്ലൊരു കോച്ച് ഉണ്ട്. ഒരു കോച്ചിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവർ സക്സസ് ആയിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഹെർബാലൈഫിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൈപിടിച്ച് ഉയർത്താൻ, നിങ്ങളുടെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ, നിങ്ങൾ എന്തിനാണോ ഹെർബാലൈഫിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ നിങ്ങൾക്ക് വെൽനസ് കോച്ച് ഉണ്ട്. ഒരു പേഴ്സണൽ വെൽനസ് കോച്ച് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ടോട്ടൽ. കാരണം ഓരോ വെൽനസ് കോച്ചിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാല് അവരുടെ പ്രോബ്ലത്തെ നോക്കി നിൽക്കല്ല, കൂടെ ജോയിൻ ചെയ്തവരുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നവരാണ് വെൽനസ് കോച്ചസ്. അപ്പൊ ഇതിൽ നിറയെ വെൽനസ് കോച്ചസ് നിങ്ങൾ ഗൈഡ് ചെയ്യാനുണ്ട്. അപ്പോ നല്ല സപ്പോർട്ടോട് കൂടിയിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോഴും ചോദിച്ചിട്ട് എൻഡ് റിസൾട്ട് എടുക്കുന്നത് വരെ ഈ എനർജി പോവാതെ നോക്കണം. കപ്പ് ഫിറ്റ് ലൈഫ് എടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഫിറ്റ് ലൈഫ് ടീമിലുള്ളവരാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. ഇതിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയാനുള്ള ഒരാളാണ് ഗൗതം. 14 വയസ്സുള്ള ഗൗതം നമ്മുടെ കൂടെ മത്സരിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വേൾഡ് ടീം മെമ്പർ രഘുനന്ദൻ അവരുടെ മോനാണ്. എല്ലാവരും അവനക്കൊരു നല്ലൊരു കൈയടി കൊടുത്തേ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ നമ്മുടെ ടീമിന്റെ ഹെൽത്തി കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഗൗതമിന് സ്പെഷ്യൽ ഗിഫ്റ്റ് അൻസാർ സാർ പറഞ്ഞിട്ടുണ്ട്. അവന് പങ്കെടുത്തതിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് അടിച്ചാ പിന്നെ പറയും വേണ്ട. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആര് ഫസ്റ്റ് അടിച്ചാലും അത് നമ്മുടെ വിജയമായിട്ട് തന്നെ കാണണം. അപ്പൊ എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് സംസാരിക്കുക. എന്താണ് ഈ ഒരു 1 മന്തിൽ ഞാൻ എന്ത് ചെയ്യും, എന്താണോ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത്, എന്താണോ യൂണിവേഴ്സിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു നോമ്പിന് നമ്മൾ ഇതിൽ മുസ്ലിങ്ങൾ അധികം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ഇപ്പൊ റമദാൻ മാസം നോമ്പ് എടുക്കുമ്പോ നമ്മളൊരു നിയ്യത്ത് വെക്കും. അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നോമ്പ് നോക്കുന്നു നിയ്യത്ത് വെക്കുമ്പോ അത് ആ നിയ്യത്തിന്റെ ഒരു പ്രത്യേകത ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വെള്ളത്തിന് ദാഹിച്ചാലും എത്ര വിശന്നാലും നമ്മൾ വെള്ളം കുടിക്കുവോ? എന്റെ ചെറിയ കുട്ടികള് 7 വയസ്സും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ 30 നോമ്പ് എടുക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ പോലും ആ നിയ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും അതുകൂടാതെ തന്നെ നോമ്പിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുപ്പം മുതലേ അവർക്ക് അതിനുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ മദ്രസകളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ അവര് എന്തെന്നെ വന്നാലും അവരാ നോമ്പ് മുറിക്കാൻ തയ്യാറാവണില്ല, കള്ളത്തരം കാട്ടാൻ തയ്യാറാവണില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ നിയ്യത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെ കുറിച്ച് അവർ ചെറുപ്പത്തിലെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് കൊണ്ട് തന്നെ അവരതിൽ യാതൊരുവിധ എക്സ്ക്യൂസും കാട്ടൂല. എന്റെ മോനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കരുതും ഇവര് വെള്ളം കുടിക്കുവോ, കാരണം അത്രയും ടയേർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നാറുണ്ട് എനിക്ക് ഇത്ര ദാഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ മോനക്ക് എത്ര. പക്ഷെ അവര് അത് കണ്ടിന്യൂ ആയിട്ട് 30 ദിവസം കൊണ്ടുപോകുന്നുണ്ട്. കാരണം എന്താ? ആ നിയ്യത്തിന്റെ പ്രത്യേകത. അതേപോലെ നിങ്ങൾ റമദാൻക്ക് എങ്ങനെ നിയ്യത്ത് വെക്കുന്നോ അതേപോലെ വെയിറ്റ് ലോസ് ചലഞ്ചിന് ഞാൻ യാതൊരുവിധ പിന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ള ഒരു നിയ്യത്ത് എല്ലാവരും വെക്കുക. നിയ്യത്ത് എന്ന് പറഞ്ഞ് മനസ്സിലാവാത്തവരുണ്ടാവും. എറണാകുളം ടീം അൻഷിത ക്ലിയർ ആക്കി തരും. അപ്പൊ ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് രാജകുമാർ സാറ് നോക്കുന്ന ഒരു ക്യാപ്റ്റൻ ഗ്രൂപ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പ് മാറണം. അതിന് വേറൊരു പ്രത്യേകത കൂടി രാജ് സാർ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 18-ാം തീയതി എല്ലാവരെയും ഒന്ന് നേരിട്ട് കാണണം. വെൽനസ് സെമിനാർ. ഈ ഒരു വെൽനസ് സെമിനാറിലൂടെ എന്താന്ന് വെച്ചാല് നമ്മള് ഈ ഒരു ഫുഡ് എടുത്ത് എനിക്ക് ഹസ്ബൻഡിന് ആദ്യം നല്ല റിസൾട്ട് കിട്ടി, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും റിസൾട്ട് കിട്ടിയിട്ട് ഞങ്ങളത് ആരോടും പറയാതെ വീട്ടില് പഴയ പോലെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാനും മിക്കയും കൂടിയിട്ട് ആ ഒരു റിസൾട്ട് അങ്ങനെ ഒതുങ്ങായിരുന്നു. ഇന്ന്
എത്രയോ ആളുകള് ഞങ്ങളെ 2 പേരുടെ റിസൾട്ടിൽ നിന്ന് നിറയെ ആളുകള് ഹെർബാലൈഫ് ന്യൂട്രീഷൻ കഴിച്ചിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അവരുടെ പ്രാർത്ഥനയിലെ ഒരു ഭാഗമാവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു പ്രാർത്ഥന ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ലൈഫിൽ സക്സസ് ആവാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് നല്ല റിസൾട്ട് ഇതോടൊപ്പം കിട്ടും. അതുവഴി ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, ഒരുപാട് ക്യാഷ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യാനും ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് പറ്റും. അപ്പൊ ഇതിലുള്ള എല്ലാവരും തന്നെ പരസ്പരം അറിഞ്ഞിരിക്കണം. കാരണം പല സ്ഥലത്തുനിന്ന് കണക്ട് ആയ ആളുകളുണ്ട്. എല്ലാവരും തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗ്രൂപ്പ് വരും. അപ്പൊ ഗ്രൂപ്പിലൂടെ ചോദിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാതിരിക്കരുത്. എന്റെ മന്ത് ലാസ്റ്റ് വരെ എത്ര ദിവസമാണ് സാറ് പറഞ്ഞിട്ടുള്ളത്, അത് ആ ഒരു ടൈം വരെ എന്തായിരിക്കണം എല്ലാവരും ഇതേ ഒരു എനർജി കൊണ്ടുപോകണം. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അനീഷ് മുഹമ്മദ് ഒന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഷെയർ ചെയ്യും. ഇവിടെ എന്റെ ഫോട്ടോ മാത്രം കാണിച്ചോളൂല്ലോ. അനീഷ് മുഹമ്മദിന്റെ ഫോട്ടോ കണ്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അനീഷ് മുഹമ്മദിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. എനിക്ക് അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ക്ലബിലൂടെ കാണിക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് ഈ ഫോട്ടോ? അപ്പൊ വെയിറ്റ് കുറക്കാൻ പറ്റുമോ ഇല്ലേ? ഇവൻ പറയണ ഞാൻ ഇത്രയും വെയിറ്റ് കുറച്ചിട്ടാണ് ഈ വെയിറ്റ് ലോസ് ചാലഞ്ച് വന്നതെന്ന്. അന്ന് 2 റോസ് പൂ എങ്ങനെ കിട്ടിയുള്ളൂ. കുറക്കാൻ പറ്റുന്ന വിശ്വാസായാ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഒരുപാട് വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. ശരീരത്തിൽ രൂപത്തിൽ മാത്രല്ല സ്വഭാവത്തിൽ മാറ്റം വന്ന്. ഇത് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടാ. അയാള് തന്നെയാണ് ഈ പുള്ളി. ഇവൻ കളറൊക്കെ കറക്കുന്ന് വെച്ചിട്ട് കട്ടൻ ചായ കുടിക്കണ്ടായിരുന്നില്ല. കട്ടൻ ചായ കുടിച്ചാൽ കറുത്തത് പാടില്ലേ? കട്ടൻ ചായ കുടിക്കാൻ പാടില്ലേ? കട്ടൻ ചായ കുടിച്ചിട്ടാണ് ഞാൻ കറുത്തതെന്ന് വെച്ചിട്ടേ ഇവര് കട്ടൻ ചായ കുടിക്കണ്ടിരിക്കില്ല. അങ്ങനെയൊക്കെ വെളുക്കാൻ വേണ്ടി നോക്കിയിരുന്നു. കറക്റ്റ് ന്യൂട്രീഷൻ എടുത്ത് കറക്റ്റ് വെള്ളം കുടിച്ചപ്പോ ഈ കളർ വെച്ച്. ഓ ശരി ശരി. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ ഫാത്തിമ ഷക്കീറിന്റെ ഫോട്ടോ ഇല്ലേ? ഇതിൽ കാണുമ്പോ എല്ലാരും സുന്ദരി സുന്ദരന്മാരാണ്. ഇവരുടെ ഒക്കെ ഭയങ്കര തലവേദന എടുക്കുന്ന. എ ഫ്രഷ് കുടിച്ചാല് തലവേദന കുറയോ? എ ഫ്രഷ് കുടിക്കണം, കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കണം. വെള്ളത്തിന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ വരുമ്പോഴാണ് തലവേദന വരുന്നത്. ഇപ്പൊ വെള്ളം എത്ര കിലോ വെയിറ്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കണം. വെള്ളം കറക്റ്റ് കുടിച്ചാൽ അത് സൊല്യൂഷൻ കാണും. ഹലോ, ഹലോ പോയാ? ഓരോരുത്തരുടെ ഫോട്ടോ കാണിച്ചോ? അപ്പോഴേക്കും മാഡം വരുമല്ല. ഓക്കെ അനീഷ് സംസാരിച്ചോ? അനീഷ് സംസാരിക്കും. ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഷെക്കിത്താത്ത പറഞ്ഞ കാര്യങ്ങൾ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ നമ്മളെ ഇന്നത്തെ പ്രോഗ്രാം ഷെയർ ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തു.
അപ്പൊ ഇതൊക്കെ ശരിക്കും യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഫാത്തിമത്തൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് അവാർഡ് വിന്നർ ആവുന്നത്. അപ്പൊ ഇതിന്റെ മുന്നൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എത്ര ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ ഇതേ ഇപ്പൊ ശരിനാഥ് പറഞ്ഞതുപോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു, ആരാണ് പൈസ കൊടുന്നേരാ, പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടാൻ വേണ്ടി പോവാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ശരീരം അതാ അടുത്തൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഓരോരുത്തരുടെ ട്രാൻസ്ഫോർമേഷൻ. ഇവരാണ് നമ്മളെ മാരത്തോൺ ടീമിന്റെ ഒരു ക്യാപ്റ്റൻ ഇട്ടാ. നല്ലൊരു കയ്യടി കൊടുക്കുകയും ആ ഫ്ലെയർ ഉണ്ടെങ്കിൽ അഷ്റഫ് ഹായ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിലുണ്ടല്ലോ ഈ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ആണെങ്കിൽ ഹായ് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. അതെ ഹായ്, ഞാൻ ചെയ്യാണ്. അഷ്റഫ്ക്ക് ഞാൻ ഒരു ഫ്ലെയർ അയച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ നന്നായിരിക്കും. ഹലോ, ഹലോ. വീഡിയോ ഞാൻ നോക്കി കേട്ടോ, ഷെയർ ആവുന്നു. ലാപ്ടോപ്പിലെല്ലാം ഫോണിലാണ് ഷെയർ ചെയ്യുന്നത്, വീഡിയോ അല്ലത്. നിങ്ങൾക്ക് ലാപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? ലാപ്പിലല്ല, എന്റെ ലാപ്പിലല്ല. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാല് ക്യാപ്റ്റൻസോട് സംസാരിച്ചോട്ടെ. ഞാൻ ഇപ്പൊ വരെ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോ മാഡം പറഞ്ഞു, ഇപ്പൊ മാഡം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അവർക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് റിസൾട്ട് വേണമെന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളെ ക്യാപ്റ്റൻ ആരാണോ ആ ക്യാപ്റ്റനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി, അത് പൂർണ്ണമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പ് പറയുന്നു നല്ല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉണ്ടാവും. റെഡി അല്ലേ എല്ലാരും? റെഡി. അപ്പോ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ രാജ്കുമാർ സാറിന്റെ ഈ ചലഞ്ചിലേക്ക് നമ്മൾ തെരഞ്ഞെടുക്കണ അതിനുള്ള ഒരു മാനദണ്ഡമായിട്ട് സാറ് വെച്ചിട്ടുള്ളത് വെച്ചാല് 1 മാസത്തെ ന്യൂട്രീഷൻ ഫുഡ്, ഹെർബാലൈഫിന്റെ ന്യൂട്രീഷൻ ഫുഡ് നമ്മളെ കയ്യിലുള്ളതിന്റെ പ്രൂഫ്, അത് വോളിയം പോയിന്റ് ആയിട്ട് അതിന്റെ ബില്ല് ഉണ്ടായിരിക്കണം. നിങ്ങൾ ആരാണോ കോച്ച്, ചലഞ്ചർ ആയിട്ട് നിൽക്കുന്ന ആളുടെ കോച്ച് ആരാണോ അവർക്ക് അയച്ചു കൊടുക്കുക. അവര് നമ്മളെ മാരത്തോൺ ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ആയിട്ടുണ്ടാവും. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് ആ കോച്ച് ആരാണോ അവരുടെ പേര്, ചലഞ്ചർ ആരാണോ അവരുടെ പേര്, അത് നിർബന്ധമായിട്ട് എഴുതുക. രണ്ടാമത്തത് കാരണം എന്താ പറയാ അങ്ങനെ പറയാൻ കാര്യം, ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ നിങ്ങളെ കോച്ചാണ്. അവര് ഈ ഒരു ചലഞ്ചിന് വേണ്ടിയിട്ട് 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മതിപ്പ് കാണിക്കണം. നിങ്ങൾ അതിനോട് ആത്മാർത്ഥത കാണിക്കണം. നിങ്ങളുടെ റിസൾട്ട് മാത്രം മുന്നിൽ കണ്ടിട്ടാണ് അവരെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈയൊഴിയുക. പക്ഷെ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് കിട്ടി, റിസൾട്ട് ഇനി നിങ്ങൾക്ക് വേണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ കോച്ച് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവിടെ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, ഓൾറെഡി നമ്മൾ 3 ലാപ്പ് ആയിട്ടുണ്ട്. എക്സ്ട്രാ നമുക്കൊരു 3 പേര് കൂടി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ ക്ലബ് ചെയ്തിട്ട് മറ്റുള്ള ലാപ്പുമായിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് 3 ക്യാപ്റ്റന്മാരാണ് ഇപ്പൊ നിലവിലുള്ളത്. ഫസ്റ്റ് നാജിയ,
ഒരു ഹായ് പറയും അജി. നെക്സ്റ്റ് നമ്മളെ രഘുവേട്ടൻ. ഗുഡ്. തേർഡ് അൻസിത എറണാകുളം. ഹായ്. ഓക്കെ, ഇവരാണ് നിങ്ങളെ ക്യാപ്റ്റന്മാര്. നിങ്ങൾക്ക് ക്യാപ്റ്റൻസിന്റെ കീഴിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വരും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഫോട്ടോ ഇതിൽ ഇട്ട് കൊടുക്കണം. പിന്നെ എങ്ങനെയാണ് വെയിറ്റ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ ക്യാപ്റ്റൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. എങ്ങനെ വെച്ചാല് നിങ്ങൾ ക്ലബിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ക്ലബിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അയച്ചു തന്നു കഴിഞ്ഞാൽ അഷ്റഫ് ഖാൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? പഠിച്ചു. ആ ഓക്കെ, വെരി ഗുഡ്. അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, സമയം കഴിയും. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യാം? ഒന്ന് കട്ടായിട്ട് വീണ്ടും റീജോയിൻ ചെയ്യാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. റീജോയിൻ ചെയ്യാം. കട്ടായ ഉടനെ എല്ലാ ലിങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ അടിപൊളിയായിട്ട് ഇന്നത്തെ പ്രീമീറ്റ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായി, ഇപ്പൊ ലൈവായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായി. അപ്പൊ സാറ് പറയുന്നുണ്ട് കാരണം അവർക്ക് ഒന്നും കൂടെ ഈ ഒരു 1 മന്തിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഈ ഒരു പ്രീമീറ്റ്. നിങ്ങളെല്ലാവരും ആഫ്റ്റർ ബിഫോർ പിക്ചർ കാണിച്ചു കൊടുത്തത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കാരണം അവർക്ക് ഇനി ഇവരുടെ വെൽനസ് സെമിനാറിലേക്കാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് പറയുന്നത്. ഇവരെല്ലാവരും സെമിനാറിന് വരണം. അതിന് വേണ്ടിയിട്ടാണ് അടുത്ത വർക്ക്. കാരണം രാജ് സാറിന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മുടെ ഉദ്ദേശം എന്താ? വെൽനസ് സെമിനാർ വരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ സാറിനെ കാണണം എന്ന് പറഞ്ഞിട്ട് വെൽനസ് സെമിനാർ കണ്ടാല് പിന്നെ അവര് അതിനനുസരിച്ചിട്ട് റിസൾട്ട് കൊടുക്കും, കസ്റ്റമേഴ്സിനും ക്രിയേറ്റ് ചെയ്യും, അവർ ഇൻകം എടുക്കും. അപ്പൊ ഓക്കെ, ക്യാപ്റ്റൻസ് നമ്മുടെ ക്യാപ്റ്റൻസിന് നല്ലൊരു കൈഡി കൊടുക്കുക. പിന്നെ അത് കൂടാതെ തന്നെ 4ാമത്തെ ലാപ്പിന്റെ കാര്യം എന്തായി? മാഡം, ഇപ്പൊ 3 ആൾക്കാരാണ് നമ്മളിൽ നിന്ന് എക്സ്ട്രാ ആയിട്ടുള്ളത്. 3 പേരുണ്ടാവും. നമ്മളിൽ 3 ആൾക്കാരാണ്. പിന്നെ പിന്നെ ഹസീന താത്താന്റെ ഒരു ഗസ്റ്റ്. ഓക്കെ, 3 ആളായല്ലേ? 3 ആള്. പിന്നെ ക്യാപ്റ്റൻ അടക്കം 4. ഇനി എത്ര ആള് വേണം? 5 പേര് വേണം. ഞാനൊന്ന് ആലത്തിയൂർക്ക് വിളിക്കട്ടെ. ഇപ്പൊ വിളിക്കാം. മാഡം വിളിച്ചോ. കോച്ചസേ പറയണമെന്ന് നന്നായിരിക്കും. ഒന്ന് എല്ലാവരും അഭിപ്രായം പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യണോ, എന്തെങ്കിലും ശ്രദ്ധിക്കണോ? ആളെ കണ്ടു, പുതിയതാണോ അറിയില്ല. ഞാനേ ഇപ്പൊ ഈ സെമിനാറിന്റെ കാര്യം ഷെക്കി മാഡം പറഞ്ഞല്ലോ. ഈ സെമിനാറിന് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കും വെച്ചാൽ ക്യാപ്റ്റന്മാർക്കാ. ക്യാപ്റ്റന്മാര് മാക്സിമം അവരെ പ്രൊമോട്ട് ചെയ്യുക, ഈ സെമിനാറിനെ പ്രൊമോട്ട് ചെയ്യുക. രാജ് സാർ അവർ പ്രത്യേകിച്ച് കാണണം എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവർ സെമിനാറിന് വരും. കാരണം ഞാൻ ഇന്നിപ്പോ എൻ്റെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഹസ്ബൻഡിനെ കൂട്ടി വരാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഏതാളാണെന്നുണ്ടെങ്കിലും അവരെ ക്യാപ്റ്റന്മാര് മാക്സിമം അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ സെമിനാർ കണക്ട് ആവും. സെമിനാർ കണക്ട് ആയി നമുക്ക് ഒരു അസോസിയേറ്റ് ആയി നമ്മുടെ കൂടെ മാക്സിമം അതിലേക്ക് എത്തും. കാരണം എന്താ വെച്ചാൽ അവർക്ക് സ്റ്റേജിലുള്ള കിട്ടുന്ന റെക്കഗ്നേഷൻ, അവിടെ സെമിനാറിൽ കയറുമ്പോൾ കിട്ടുന്ന റെക്കഗ്നേഷൻ കിട്ടാത്ത കുറെ ആളുകളുണ്ടാവും. അത് മാക്സിമം ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആണ്. ക്യാപ്റ്റന്മാർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 ക്യാപ്റ്റന്മാർ കയറിയിട്ടില്ല കേട്ടോ. ധർമ്മേട്ട ഒന്ന് വിളിക്കോ? അനീഷ് ഭായി, ഞാനൊന്ന് ലീവ് ആവട്ടെ. ഞാൻ അർജന്റ് ആയിട്ട് ബൈക്ക് പോകാം. ലീവ് ആവട്ടെ. ഓക്കെ, നോ പ്രോബ്ലം. കാര്യം വെച്ചാലേ ഞാൻ തൊട്ട അയൽവാസി ഒരു കല്യാണമാണ്, അവിടെ ഇറങ്ങിയിട്ടില്ല. ചോറൊന്നും വേണ്ട, ആ ഫുഡ് കഴിച്ചു ഷേക്കൊക്കെ എടുത്തു. പിന്നെ വേറെ കാര്യം, ആരൊക്കെയാണ് ക്യാപ്റ്റൻസിന്റെ അണ്ടറിൽ? അൻഷിതാന്റെ ടീമില് ധർമ്മേട്ടന്റെ ആ ഒരു ആളെ അങ്ങനെ ആക്കിയിട്ട് കൊടുത്തു. എല്ലാവരെയും കറക്റ്റ് ആക്കിയിട്ട് അൻഷിതാന്റെ എറണാകുളം ടീമിനെ അങ്ങനെ ഒരുമിച്ച് തന്നെ കേട്ടോ. അത് അന്വേഷിച്ചിട്ട് ഐഡിയ പോലെ ചെയ്യും.
എത്ര ആൾക്കാർ അൻസിതാന്റെ പേര് ഞാൻ വായിക്കട്ടെ. അൻസിത ലൈനിലുണ്ടോ? അൻഷിതാന്റെ എനിക്ക് അറിയണമെന്നില്ല. എനിക്ക് രഘുവേട്ടന്റെ താഴെ ആരൊക്കെയാണ്, നാജിന്റെ താഴെ രഘു ആരൊക്കെയാണ്? ഓക്കെ അൻഷിതാന്റെ ഓക്കെ രഘുവേട്ടന്റെ ഇതില് റയീസ്, ഫാസില്, ഷാഹിദ, ഗൗതം, സുമയ്യ, അഷ്റഫ് 6 പേര് മാഡം. ഇതാണ് രഘുവേട്ടന്റെ ഉള്ളത്. ഇതിൽ നിന്ന് ഫൈസൽ ഖാനെയും പിന്നെ അതേപോലെ കബീർ ഖാനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 8 ആൾക്കാരാവും. അതില് ഓക്കെ അങ്ങനെ ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ മാഡം? അങ്ങനെ ചെയ്തോ. ഓക്കെ. അടുത്തത് നാജിന്റെ ലാപ്പാണ്. നാജിന്റെ ലാപ്പിൽ നാജിന്റെ ഓൾറെഡി ഉള്ള ആൾക്കാരുണ്ട്. നീതു, ലിനി, ജനാർദ്ദൻ 3ആയി. ഷെബിന 4. ഫാത്തിമ താത്താന്റെ അവിടുന്ന് ഉള്ള ഐശ്വര്യ, അജീഷ്, ഒരു സെക്കൻഡ്. കുറച്ച് ജസ്റ്റ് എന്ന് പറഞ്ഞ കുറച്ച് കൂടി ആയിട്ടാണ്. അപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് കൊടുക്കുമോന്ന് ചോദിക്കാനായിരുന്നു. ഷെബിന പറയാ. നാജിക്ക് കൊടുത്തോ. ഓക്കെ. അതേപോലെ തന്നെ രഘുവേട്ടന്റെ മോനെ രഘുവേട്ടൻ തന്നെ നോക്കിയാലാണോ നല്ലത്, നാജിക്ക് കൊടുക്കണ? അല്ലാന്നുണ്ടെങ്കില് മുനീറാന് നാജിക്ക് കൊടുത്തോളൂ കേട്ടോ. മുനീറാന് അതായിരിക്കും ഒന്നുകൂടി നന്നാവുക. അപ്പൊ എന്താ വെച്ചാൽ നഷ്ടം പറഞ്ഞാല് അത്രമാത്രം മറ്റൊരാൾ പറയോ. അതായിരിക്കും ഒന്നുകൂടി നന്നാവുക. ഓക്കെ. രഘുവേട്ടൻക്ക് വേണ്ടി ആൾക്കാർ ആരെന്ന് പേര് പറയുന്നു? രഘുവേട്ടന്റെ ടീമിൽ ഏട്ടൻ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിലനിർത്തുകയും ബാക്കിയുള്ള നാജിക്ക് കൊടുക്കുകയും ചെയ്യാന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം ഞാൻ നോക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല. എന്റെ മോനെ മാത്രം മാറ്റി കൊടുത്താൽ മതി. മോനാകുമ്പോ ഞാൻ പറയുമ്പോ കേൾക്കായല്ല, പക്ഷെ ഒന്ന് വേറെ ആള് പറയുമ്പോ ഒന്നും കൂടി അവനൊരു ഇത് കിട്ടും, ഒരു ഊർജം കിട്ടും. ഓക്കെ. അപ്പൊ രഘുവേട്ടന്റെ അവിടുന്ന് റഹീസിന്റെ രഘുവേട്ടൻ നോക്കൂലേ? നോക്കാം. പ്രശ്നമില്ല. ഫാസില്, ഷാഹിദ, ഓക്കെ, സുമയ്യ. അവരൊന്നും പ്രശ്നമില്ല, അവരെല്ലാം ഓക്കെയാണ്. നല്ല ഇതുണ്ട്. ഒരു സെമിനാറിന് ടിക്കറ്റ് കൊടുത്തില്ല. ഇവിടുന്ന് 4 ആൾക്കാർ വേറെ ഉണ്ട്. 2, 4, ഒന്ന് ഫൈസൽക്ക ഇവിടെ ഉണ്ട്. അവര് നിങ്ങൾ എന്താണോ കടിക്കൂല, കടിക്കാത്ത ആൾക്കാർ വായ കൈ വെച്ചാലും കടിക്കൂല. ഞങ്ങള് ഫിറ്റ് ലൈഫിലത്തെ 2 കുട്ടികളായിട്ടാ രഘുവേട്ടനെ ഏൽപ്പിക്കണേ. കുഴപ്പമില്ല. അവരെ നല്ല നോക്കണേ. ഒരു മാസം കൊണ്ട് അവരെ നല്ലൊരു മാറ്റത്തിലേക്ക് ഞാൻ കൊണ്ടുവരും, ഗ്യാരണ്ടിയാ. ഓക്കെ. ഞങ്ങളെ കുട്ടികളെ കൈപിടിച്ച് ഏൽപ്പിക്കുകയാണ്. റിയാസ് ഖാൻ എന്താ ചെയ്യേണ്ടത് മാഡം? റിയാസിനെ എന്താ ചെയ്യേണ്ടത് എപ്പോഴും തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അത് അടുത്ത ഷബീബാനെ ഏൽപ്പിച്ചാലോ എന്നൊരു ആലോചന ഉണ്ട്. ഹലോ, സെക്കീനാനെ ആരാണ് ക്യാപ്റ്റൻ? സെക്കിനാത്താൻ ഇട്ടിരുന്നത് നാജിന്റെ ഇതിലാണ്. ഇനി നാജിന്റെ ഓൾറെഡി ഇപ്പോ ഫുള്ളായിരിക്കും. പക്ഷെ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞോളി. അൻസിദന്റെ ഓൾറെഡി ഫുള്ളാണ് താത്ത. മോനിഷ, സുറുമി, നസീറ, ബ്രീസിയ, അജ്നിഷ, അർഷിദ, കേട്ടില്ല. പിന്നെ ആരാണ് നെക്സ്റ്റ് ലാപ്പ് റൺ ചെയ്യുന്നത് ക്യാപ്റ്റൻ? ഓൾറെഡി 3 ക്യാപ്റ്റനാണ് നമുക്ക് ഉള്ളത്. 4ാമത്തെ ക്യാപ്റ്റൻസിനെ തീരുമാനിച്ചിട്ടില്ല. 4ാമത്തെ ടീമിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ജെന്റ്സ് അല്ലാതെ ലേഡീസ് ആവുകയാണ് ഒട്ടും നല്ലത്. പിന്നെ അതെന്താ വെച്ചാല് പറയുന്നത് തന്നെ ഇങ്ങനെ എല്ലതും അറിയാം, എന്നാലും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒന്ന് സ്ട്രിക്റ്റ് ആവുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. കാരണം 35 കിലോ വെയിറ്റ് കുറച്ചിട്ട് കൂട്ടിയ ആളാണ് ആള്. മൈൻഡ് സെറ്റ് റെഡിയല്ല.
അപ്പൊ ഒന്നും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരാവും അവൾക്ക് നല്ലത്. ആർക്കാ കൊടുക്കുക? നാജി ഓക്കെയാണ്. ആയവരിലൊക്കെ നാജിക്കാലോ പറയണ. നാജി ഇത്രക്ക് സ്ട്രോങ് വയ്യ. ഈ പിന്നെ അൻസാർക്കാന്റെ വേറെ വെയിറ്റ് ഉറപ്പിച്ച ആളാണ്. കുഴപ്പമില്ല. നോക്കട്ടെ, ഞാൻ പറഞ്ഞത് കേട്ടാ അവർക്ക് നന്ന്. സെക്കീനാനെ നാജിക്ക് ഇട്ടോടുത്തുന്ന കേൾക്കായൊന്നുമില്ല, ഒക്കെ ചെയ്യും. പക്ഷെ പാവാണ്. ഇന്നൊരു കിലോ കുറച്ച് നാളെ 2 കിലോ കൂട്ടുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അതെ, നല്ല നമുക്ക് ഫുഡ് ശരിയാക്കി കഴിക്കും, നല്ല എടുക്കാം. ഫുഡ് നമുക്ക് കഴിക്കും, മാക്സിമം നല്ല റിസൾട്ട് എടുക്കും, അതേപോലെ വെയിറ്റ് കൂട്ടുകയും ചെയ്യും. എന്നിട്ട് ഒന്നും എന്നെ അറിയാത്ത പോലെ കൊണ്ട് പറ്റും പോലെ മാക്സിമം നന്നായിട്ട് അവർക്ക് മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് റെഡിയാക്കി കൊണ്ട് ഡെയിലി ഒരു മാസം ഇപ്പൊ നമ്മളെ കയ്യിലുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പോ ഇതിനകത്ത് പറഞ്ഞതനുസരിച്ചിട്ട് നാജിന്റെ ഇതിൽ നിന്നാണ് ഞാനിപ്പോ ഷെബ്നാനെ രഘുവട്ടൻക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ? തെറ്റ്. ഓക്കെ. അപ്പൊ രഘുവട്ടന്റെ ടീമിലുള്ള ആൾക്കാരെ ഞാനൊന്ന് വായിക്കട്ടെ. രഘുവട്ടൻ ഒന്ന് നോട്ട് ചെയ്തോളി. റഹീസ്, ഫാസില്, ഷാഹിദ്, സുമയ്യ, അഷ്റഫ്, പിന്നെ ഫൈസല്, കബീർ, പിന്നെ ഷെബ്ന. 8 ആൾക്കാരായി. ഏട്ടൻ ക്യാപ്റ്റൻ 9 ആൾക്കാരെ. സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അൻസിത കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഒന്നുമില്ല. നിങ്ങളെ ഓൾറെഡി ലാപ്പ് സെറ്റാണ്. ആ ലാപ്പ് തന്നെ നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഷിഖിദാത്ത പറഞ്ഞിട്ടുള്ളത്. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ ആൾക്കാരെ ഒന്നുകൂടി പറയണം. മോനിഷ, സുറുമി, നസീറ, ബ്രീസിയ, അജ്നിഷ, ഹർഷിത, അനീഷ്, പിന്നെ മാരി. 8 ആൾക്കാര്. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി നാജിന്റെ അവിടുന്ന് പറയാണ്. സക്കീന താത്ത. നാജി നല്ല ഉഷാറായിട്ട് നോക്കിക്കോളൂ താത്ത. ഓക്കെ, നിങ്ങളും ഉണ്ടാവല്ലോ. അടുത്തത് അസ്മ താത്ത, നാജിന്റെ അവിടെ നിന്നാണ്. നീതു, നാജിക്ക് നോക്കണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നീതുവിന്? ലിനി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ജനാർദ്ദൻ, ഐശ്വര്യ, അജീഷ്, ഫിൽദ. 8 ആൾക്കാരായി. അതില് ഗൗതം വന്നില്ല. ഓക്കെ. ഗൗതം സോറി, ഗൗതമിന്. ന്യൂ ലാപ്പിനെ ആ ന്യൂ പറഞ്ഞോളൂ. ലാപ്പിന് 2 പേര് ആലത്തിയൂരിന്ന് അവർ തരും. പക്ഷെ അവര് ഫുഡ് എടുത്തിട്ടില്ല. എടുത്തു വെച്ചിട്ടുണ്ട്, ക്ലബിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ക്യാഷ് തന്നിട്ട് കൊണ്ടുപോയിട്ടില്ല. നാളെ ക്ലബ്ബ് ടൈം കഴിഞ്ഞിട്ടാണ് അവര് റിപ്പോർട്ട് കിട്ടുള്ളൂ. ആലത്തിയൂരിന്ന് 2 പേര്. അതേപോലെ തന്നെ 2 പേര് തിരൂരുണ്ട്. അതും ഫുഡ് എടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുന്ന 2 പേരാണ്. അവര് 2 റിപ്പോർട്ട് നാളെ രാവിലെ കിട്ടുള്ളൂ. നമ്മളതിൽ ക്യാപ്റ്റൻ റെഡി അല്ലേ? അത് ക്യാപ്റ്റനെ പെട്ടെന്ന് റെഡിയാക്കാൻ ഓക്കെ അല്ലേ എല്ലാരും? സെറ്റ് മാഡം. അപ്പൊ അങ്ങനെ കിട്ടുകയാണെന്ന് പിന്നെ നമ്മൾ ആൾക്കാരെ പുറത്തേക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മളെല്ലാരും മോനെ ചേർത്തിട്ട് രഘുവേട്ടന്റെ മോനെ എനിക്ക് ഇടണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരാളതിൽ മാറ്റിയിട്ട് മോനതിലാക്കേണ്ടി വരും. ഓക്കെ. അസ്മതാത്താക്ക് ഇനി വരാൻ പോകുന്ന ലാപ്പിലേക്ക് നേരെ ആഡ് ആവണായിരിക്കും നല്ലത്. അഭിപ്രായം? കുഴപ്പമില്ല. അവരുടെ വിവരം പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പേര് തന്നത് കൊണ്ട് നിങ്ങൾക്ക് ലാപ്പ് മാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രഘുവേട്ടന്റെ മകനെ അതിൽ ചെയ്ത്. അപ്പൊ നാജി ഞാൻ പേര് വായിക്കട്ടെ, നോട്ട് ചെയ്യോ? ഓക്കെ. ഓക്കെ. ഫോട്ടോ കൊടുക്കുമ്പോഴേ നല്ല ഫോട്ടോ കൊടുക്കിട്ടാ. ദൂരെയുള്ള ഫോട്ടോ കൊടുക്കല്ലേ. അപ്പൊ ഇതേപോലെ കാണുന്ന രീതിയിലുള്ള ഫോട്ടോ കൊടുക്കുക. എന്നാലല്ലേ സ്ക്രീനിൽ കാണിക്കുമ്പോ കാണുള്ളൂ. അതെ അതെ. സക്കീന, നീതു, ലിനി, ജനാർദ്ദൻ, ഐശ്വര്യ, അജീഷ്, പിന്നെ ഫിൽദ, ഗൗതം. ഓക്കെ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ 3 ലാപ്പ് ഓൾറെഡി സെറ്റ് ആണ് താത്ത. ഇനി നമ്മളതിൽ പെൻഡിങ് ഉള്ള ആൾക്കാർ ഒന്ന് റിയാസ്, മറ്റൊന്ന് അസ്മ ആണ് ഇപ്പൊ പെൻഡിങ് ഉള്ളത്. ഒരാൾ കൂടി ഉണ്ട്. 3 ആൾക്കാർ ഓൾറെഡി പെൻഡിങ് ഉണ്ട്.
ഇനി അത് തൊട്ടപ്പുറത്തുള്ള ലാബിനായിട്ട് കണക്ട് ആയിട്ട് നമ്മൾ ലാബ് നടത്താൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ക്യാപ്റ്റൻ തയ്യാറാവണം. ഞാൻ സ്ട്രോങ് സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ധർമ്മേട്ടനാണ്. ധർമ്മേട്ട നാലാമത്തെ ലാപ്പ് വരിക, ധർമ്മേട്ടൻ മുന്നിൽ നിന്ന് നയിക്കൂ നിങ്ങളെ. കൺഗ്രാചുലേഷൻ ധർമ്മേട്ട. ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയുണ്ടോ? കൂടുതൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയുണ്ടോ? എന്തെങ്കിലും നിയമങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ചാർട്ട് പോലെ ഒരു നിയമാവലി നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് അത് നമുക്ക് ഡെയിലി ബേസിൽ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോ നമ്മളെ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവും അല്ലേ? അനീഷ, ഞാന് നേരത്തെ ഒരു മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു കാറ്ററിംഗ്സിന് എന്തൊക്കെയാണ് ഇതില് ക്രൈറ്റീരിയ എന്നുള്ള ഒരു കാര്യം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ എന്താണ് ക്യാപ്റ്റൻസ്, ഇപ്പൊ നമ്മൾ വിൻ ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ, അവരുടെ ക്യാപ്റ്റൻ ആണോ വിന്നറായിട്ട് നോക്കുക? അതല്ല, നമ്മള് ഇപ്പോ ഇതുപോലെ പ്ലേയേഴ്സിനുള്ള കുറെ ക്രൈറ്റീരിയാസ് നമുക്കുണ്ട്. അതുപോലെ നമ്മളുടെ ക്യാപ്റ്റൻസിന് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ അറിഞ്ഞാൽ നന്നായിരുന്നു. നാളെ സാറ് പറയും. സാറിന്റെ മീറ്റിംഗ് നാളെ ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഫിറ്റ് ലൈഫിൽ നിന്ന് മത്സരിക്കുന്നവർക്കൊക്കെ പ്രോത്സാഹന സമ്മാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്കും വെയിറ്റ് കുറക്കാനുള്ള ഒരു അടിപൊളി സംഭവമാണ് ക്യാപ്റ്റൻസിന്. വെയിറ്റ് കുറക്കാനുള്ളവരെ എന്താ പറയാ, ക്യാപ്റ്റൻ ആക്കിയത് നന്നായി. അവർക്കും കൂടെ അതുപോലെ റിസൾട്ട് എടുക്കാൻ പറ്റും കൂടെ. സെലീന താത്ത എന്തെങ്കിലും സജഷൻ കാര്യങ്ങൾ എന്തെങ്കിലും പറയും? ആ വീഡിയോ എടുക്കണ മോഡൽ കണ്ടില്ല? രാജ് സാറെ വീഡിയോ കാണിച്ചു തന്നില്ല? അതുപോലെയാണ് എടുക്കേണ്ടത്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോട്ടെ അപ്പൊ തന്നെ. മാഡം, ഞാൻ ഉദ്ദേശിച്ചത് മാഡം, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഇപ്പോ നമ്മൾ മാരത്തോണിന് വേണ്ടി ഓൾറെഡി നമ്മൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പില് ക്യാപ്റ്റന്മാരുടെ പേര് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഏതാണോ മെമ്പർ അവർക്ക് മാത്രമാണ് അതിൽ അലൗട്ട് ഉള്ളൂ, അതിൽ കയറാൻ പറ്റുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഫിറ്റ് ലൈഫിന്റെ പേരിൽ അവരെ കാര്യങ്ങളൊന്നും കറക്റ്റ് ആണോ പോണത് എന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി ഇതുപോലത്തെ ഒരു പോസ്റ്റ് മീറ്റ് വെക്കാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ അവരെ ഇപ്പൊ നമ്മൾ വെച്ചത് ആ രീതിയിൽ അവരെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുമെന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. ഓക്കെ അല്ലേ എല്ലാരും? വീഡിയോ ചെയ്തിട്ടേ ആർക്കാണ് അയക്കേണ്ടത് വെയിറ്റിൻ്റെത്? മാഡം പറയൂ. സാറ് പറയും, വോയിസ് വരും. ഇതുവരെ ഒന്നും വന്നിട്ടില്ല, ക്ലിയർ ആയിട്ട് വരും. സാറും ഇതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. സാറ് നമ്മള് പ്രീ മീറ്റിന് ലേക്ക് തന്നിട്ടുണ്ട് കേട്ടാ. ക്യാപ്റ്റന്റെ കയ്യിൽ വെക്കാനാണ് ആ വോയിസിലുള്ളത്. പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞു. ജ്ഞാനരാജു സാറിന്റെ സെഷന് ആരെങ്കിലും കേട്ടിരുന്നോ? അതില് സാറ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, ടെലഗ്രാമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കുറെ അധികം സാറ് പറഞ്ഞു. ടെലഗ്രാമിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. ടെലഗ്രാമിൽ നമ്മൾ വാട്സപ്പിലേക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇടുന്നതിനെക്കാട്ടും കൂടുതൽ ടെലഗ്രാമിലേക്ക് നമ്മൾ സ്റ്റോറേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളെ ഫോൺ ഹാങ് ആവുകയോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല. ഇപ്പൊ പുതിയ ആൾക്കാരായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവരോട് മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷെ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ അതുകൂടി എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഫോട്ടോസ് ആവട്ടെ വീഡിയോസ് ആവട്ടെ കാലാകാലം അവിടെ നിന്നോളും. ഇൻ കേസ് എങ്ങാനും ആ മൊബൈൽ നഷ്ടപ്പെട്ടാലും വേറെ മൊബൈലിലേക്ക് നമ്മൾ ആ നമ്പർ വെച്ചിട്ട് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോസ് ഒക്കെ നമുക്ക് കിട്ടും, വീഡിയോസും കിട്ടും. ജ്ഞാനരാജു സാർ അതിനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും
നമ്മള് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, മാരത്തോൺ വിജയിപ്പിക്കണമെന്ന്. പിന്നെ ഇതില് ആർക്കെങ്കിലും ഏതെങ്കിലും ഗസ്റ്റുകൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാര് ഉണ്ടോ? വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ അപ്ഡേഷൻ തരാനോ അങ്ങനെ എന്തെങ്കിലും സ്ട്രഗിൾ ആയിട്ട് നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ് ടു ഡേറ്റ് ആയിട്ട് വിവരങ്ങൾ അറിയിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. മാഡം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മാഡം? എല്ലാവരുടെയും കൂടെ കണക്ട് ആയിട്ടുള്ളവരോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നേരിട്ട് ഇതില് സംസാരിക്കണം. ഇതിലിപ്പോ നമ്മള് ഫസ്റ്റ് ദിവസം നമ്മള് വെയിറ്റ് ഇടണം. വെയിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് 8 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് ഫസ്റ്റ് ദിവസം ആൻസർ ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്, അതോ രണ്ടാമത്തെ ദിവസമാണോ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്? അത് സെക്കൻഡ് നമ്മളത് ഇപ്പൊ 0 ഡേയിൽ അതൊന്നും നമുക്ക് ചോദിക്കില്ല. നമ്മളുടെ നെക്സ്റ്റ് ഡേ നമ്മൾ വെയിറ്റ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ അത് ചോദിക്കുക. ഫസ്റ്റ് ഡേയിലാണ് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അത് നമ്മുടെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് മാത്രമാണ് നമ്മളുടെ ഫസ്റ്റ് ഡേയിൽ നമുക്ക് ഉണ്ടാവുള്ളൂ. വരുന്നുള്ളൂ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ദിവസമാണ് ചോദിക്കുക. ഓക്കെ. അത് 0 ഡേ എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, 0 ഡേ എന്ന് പറയണ അന്ന് തൊട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം. ഷെയ്ക്ക് എടുക്കുക, ഫ്രഷ് എടുക്കുക. അപ്പോഴാണ് നമുക്ക് പിറ്റേ ദിവസം ഈ ചോദ്യം വരുമ്പോ എല്ലാം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ആ 0 ഡേ എന്ന് പറയുന്ന ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. പക്ഷെ രാജസാറിന്റെ മീറ്റിംഗിൽ അത് ഫസ്റ്റ് ദിവസം ഇടണം എന്നാണ് മീറ്റിംഗിൽ ഇല്ല, പറയുന്നത്. ഫസ്റ്റ് ദിവസം വരില്ല, സെക്കൻഡ് ഡേ വരുള്ളൂ. ഓക്കെ ഓക്കെ. ഞാൻ സംശയപ്പോ തീർത്തു മാത്രം. ഓക്കെ ഓക്കെ. സാറ് പറയുന്നുണ്ട്, അത് ഞാൻ ക്ലിയർ ആയതിന്റെ ശേഷം നാളത്തെ മീറ്റിംഗിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഫാസ്റ്റിംഗില് വെയിറ്റ് തന്നെ വേണമെന്നുണ്ടോ? നാളെ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ, വെയിറ്റ് കാണിക്കാം. വീഡിയോ അല്ലേ മാഡം? അത് വെച്ചിട്ട് കൊറേ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഇട്ടോളിന്നും പറയും വേണ്ട. ഒന്നും പറഞ്ഞില്ല, അവരോട് രാവിലെ ക്ലബിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത്ര മതി, വേറെ ഒന്നും പറയണ്ട. അൻഷിത്ത ചിരിക്കണ്. മാർക്കസിന്റെ കമ്പനി ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഞാൻ എല്ലാരോടും പറഞ്ഞേ ഒന്നും വെള്ളം ഒന്നും കുടിക്കണ്ട, നേരെ ക്ലബിൽ വന്നോ, വെയിറ്റ് നോക്കിയതിന് ശേഷം ഫ്രഷ് കുടിക്കാന്ന് പറഞ്ഞേ. കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ മാറ്റി പറയും വേണ്ട. അപ്പൊ മാർക്യൂസ് പറയുന്ന ഞാൻ തന്നെ ഇരിക്കട്ടെ അറിയും. നമ്മളെപ്പോഴും ഹോണസ്റ്റി കീപ്പ് ചെയ്ത് പോവുകയാണ് നല്ലത്. ഇതേപോലെ പോവുകയാണ് നല്ലത്. അത് നമുക്കും അവർക്കും. അതെ, എനിക്കും പറയാൻ തോന്നി, പക്ഷെ എനിക്ക് എന്തോ പറയാൻ തോന്നല്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യണ്ടല്ലോ. ചിലപ്പോ ജയിക്കാനിരിക്കണെങ്കിൽ നമ്മൾ വെറുതെ എന്തിനാ അങ്ങനെ ചെയ്യണേ? അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. വീഡിയോ എടുക്കുമ്പോഴെല്ലാരും ചെക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നറിയാം? അവർക്ക് പിന്നെ തെറ്റ് ചെയ്യാൻ ഉള്ള ഒരു പ്രേരണ നമ്മൾ ആദ്യം കൊടുക്കുക. അപ്പൊ അവര് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് സാധാരണ ചെയ്യുന്ന മാതിരി ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അത് മതി. ഇതില് പങ്കെടുക്കാന്നുള്ളത് തന്നെ കേരള സിസ്റ്റം വെച്ചൊരു പിന്നെ ഫസ്റ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയില്ലേ, അത് തന്നെ വലിയൊരു ഭാഗ്യം. അല്ല, നമ്മൾ ഫാസ്റ്റിങ്ങിൽ വരാൻ വേണ്ടി നമ്മളിപ്പോ ആരെടുത്തും നമ്മൾ അങ്ങനെയല്ലേ പറയാ. നമ്മളിപ്പോ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, നമ്മൾ ഫാസ്റ്റിങ്ങിന് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ കിട്ടും എന്ന് പറയും. അതുപോലെ തന്നെ ആവട്ടെ. ടൈം ഓവർ ആയിട്ടുണ്ട്. നാളെ ഇനി സാറിന്റെ മീറ്റിംഗ് വരും, ബാക്കി എല്ലാം ക്ലിയർ ആവും. ഇന്നിപ്പോ നാളെ നമുക്ക് വെയിറ്റ് ആണ് മെയിൻ ആയിട്ട് കിട്ടേണ്ടത്. അത് സാറിന്റെ വീഡിയോ പ്രകാരം വേണം വെയിറ്റ് വരാനായിട്ട്. വേറെ ഒന്നുമില്ലല്ലോ.